ഏതൊരു കുഞ്ഞ് ജനിച്ചു വീണാലും പിശാച് ആ ജനിച്ചു വീണ ഉടനെ കുഞ്ഞിനെ തൊടുന്നുണ്ടെന്നും കുത്തുന്നുണ്ടെന്നും ആ കുത്തിനാലാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ച വീണ ഉടനെ കരയുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ രണ്ടുപേരെയാണത് തൊടാതിരുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നു, കുല്ലു ബനി ആദം യമസ്സുഹു ശൈത്വാൻ യൗമ വലദത്ഹു ഉമ്മു. ഉമ്മ പ്രസവിച്ച നാളിൽ പിശാച് തൊടാത്ത ഒരു ആദമിന്റെ കുഞ്ഞുമില്ല. ഇല്ലാ മറിയം വബ്നുഹാ, മറിയം ബീവിയും അവിടുത്തെ പ്രിയപ്പെട്ട മോൻ ഈസാ നബി അലൈഹിസ്സലാമുമല്ലാതെ മറ്റെല്ലാവർക്കും അത് സംഭവിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ നഖസഹു ശൈത്വാൻ വയസ്തഹില്ലു സ്വാരിഖൻ മിൻ നഖ്സത്തി ശൈത്വാൻ ഇല്ല ഇബ്നു മറിയം വ ഉമ്മഹ്. മറിയം ബീവിയും അവിടുത്തെ പ്രിയപ്പെട്ട മോൻ ഈസാ നബി അലൈഹിസ്സലാമും മാത്രമാണ് പിശാചിന്റെ ആ ഒരു തൊടലോ തട്ടലോ കുത്തലോ ഏൽക്കാത്തത്. അപ്പോഴാണ് ഫയസ്തഹില്ലു സ്വാരിഖ, ഏതൊരു കുഞ്ഞും വാവിട്ട് കരയുന്നത് എന്നും സ്വഹീഹായ ഹദീസിൽ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും സംരക്ഷണത്തിൽ അള്ളാഹു ലോകത്തേക്ക് കൊണ്ടുവന്ന മഹദിയാണ്, പെണ്ണുങ്ങളിൽ മാതൃക കാണിച്ച മഹദിയാണ് മറിയം അൽ ബതൂൽ റളിയല്ലാഹു അൻഹ. തന്റെ മുമ്പിലേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മുമ്പിൽ, നമ്മുടെ പെൺകുട്ടികളുടെ മുമ്പിലേക്കാണ് ഒരു പ്രേമം അഭിനയിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? മറിയം ബീവി ചോദിച്ചത് ചോദ്യം എന്താണ്? ഒരു കമ്പാരിസൺ അങ്ങനെ ആവാലോ. ഒരു ലവ് അഫെയർ വേണം, ഒരു സ്നേഹബന്ധം വേണം എന്ന് വിചാരിച്ച് നടക്കുന്ന നമ്മുടെ കാമുകന്മാരുടെ ലോകത്താണെങ്കിൽ നിന്റെ വാട്സപ്പ് നമ്പർ എത്രയാ അല്ലേ ചോദിക്കപ്പോ, നിന്റെ പേരെന്ത്, ബാക്കിയൊക്കെ പിന്നെ. മറിയം റളിയല്ലാഹു അൻഹ ആ ഒരു സുമുഖനായ ചെറുപ്പക്കാരനെ, അത് മനുഷ്യനായിരുന്നില്ല, അള്ളാഹുവിന്റെ മാലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നുവല്ലോ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. നീ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടോ സഹോദര? ഞാൻ അള്ളാഹു എന്ന കാരുണ്യവാനിൽ നിന്നിൽ നിന്ന് അഭയം ചോദിക്കുന്നു, കാരുണ്യവാനോട്. മറിയം ബീവി ഒരന്യ പുരുഷനെ കാണേണ്ടി വന്നപ്പോ, തന്റെ മുമ്പിൽ തന്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുമോ എന്ന് തോന്നിയപ്പോ മറിയം ബീവി ഓർത്തത് അള്ളാഹുവിനെയാണ്. അഊദു ബിർറഹ്മാൻ. 14 വയസ്സോ 15 ആയിരുന്നു മറിയം ബീവിക്ക്. ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോൾ പ്രായമെന്ന് ബൈബിളിന്റെ ശർഹകളുണ്ട് ലോകത്തൊരുപാട്, ബൈബിളിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊക്കെ കാണുന്നത് 14 15 വയസ്സാണ് മറിയം ബീവിയുടെ പ്രായം റളിയല്ലാഹു അൻഹ. അത് സ്വഹീഹോ തെറ്റോ എന്ന് നമുക്കറിയില്ല, ചെറുപ്പക്കാരിയാണെന്ന് സാരം. ആ പ്രായത്തിൽ, കൗമാരത്തിന്റെ പ്രായം, ഹോർമോണുകൾ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ കാരുണ്യവാനിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞ മോളാണ് മഹദി മറിയം ബിൻതു ഇമ്രാൻ. ഇമ്രാൻ എന്നവരുടെ മോൾ മറിയമുൽ ബതൂൽ റളിയല്ലാഹു അൻഹ. ഏറ്റവും വലിയ ചാരിത്രത്തിന്റെ, ഏറ്റവും വലിയ ചാരിത്രശുദ്ധിയുടെ മാതൃക സൃഷ്ടിച്ച മഹദിയാണല്ലോ വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ഒരു സൂറത്തിന് പേര് വെച്ച മറിയം റളിയല്ലാഹു അൻഹ. അതുകൊണ്ടല്ലേ ലോകാത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ വന്ന ഈസാ നബിക്ക് അല്ലാഹു ജന്മം നൽകിയത് ഈ മഹദിക്കാണല്ലോ, മറിയം റളിയല്ലാഹു അൻഹ. വീണ്ടും വരുന്നു ഈ ഉമ്മച്ചികൾക്ക് മാതൃക കാണിച്ച ഖദീജ റളിയല്ലാഹു അൻഹാ. അവ്വല മുസ്ലിമിൻ, ഈ ഉമ്മച്ചിലെ ആദ്യത്തെ മുസ്ലിമച്ചാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അതുപോലെ പെണ്ണുങ്ങൾക്ക് മഹത്വമായിട്ട്. അതുമാത്രമല്ല, ഈ ഉമ്മച്ചിൽ ആദ്യം ഷഹീദായത് ആണല്ല, ഒരു സ്വഹാബിയല്ല. ആദ്യമായി അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഷഹീദായി വീണത് ഒരു പുരുഷനല്ല, ഒരു സഹോദരിയാണ്. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ. ഉമ്മു അമ്മാർ എന്നവരുടെ പ്രിയപ്പെട്ട ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയല്ലേ ആദ്യത്തെ ഷഹീദത്ത്, ആദ്യത്തെ മുസ്ലിം. സിദ്ദീഖ് തങ്ങളല്ലല്ലോ അഷ്റഫുൽ ഖൽഖിൽ ആദ്യം മുസ്ലിമായത്, ഖദീജ റളിയല്ലാഹു അൻഹയല്ലേ. ഈ 2 കാര്യം മാത്രം മതിയത്രേ പെണ്ണുങ്ങൾക്ക് അഭിമാനമായി പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറു നിസാഇഹാ ഖദീജത്തു ബിൻതു ഖുവൈലിദ് വഖൈറു നിസാഇഹാ മറിയം ബിൻതു ഇമ്രാൻ.
പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായ രണ്ടുപേരെയാണ് നബി തങ്ങൾ എടുത്തു പറഞ്ഞത് ഇവിടെ. ഖദീജ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് മറിയം ബീവി. നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ്. വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് കല്യാണം കഴിച്ചത് ഒരേ ഒരു കല്യാണം. വിവാഹബന്ധം കൂടുന്നത് നബി തങ്ങൾക്ക് വഹിയിന്റെ ശേഷമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹബീബ് തങ്ങളുടെ കല്യാണങ്ങളൊക്കെയും. തങ്ങൾ ഒരു നബിയല്ലാത്ത അവസ്ഥയിൽ തങ്ങളുടെ ഒരു ഇഖ്തിയാറിൽ തങ്ങളുടെ ചോയ്സ് എന്ന നിലയിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചത് ഒരാളെ മാത്രമാണ്. അതാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. ബീവിയോട് മുത്തുനബി തങ്ങൾ പറയുന്നു, ഖദീജ ഉമിർതു അൻ ഉബശ്ശിറ ഖദീജ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സുഖബ ഫീഹി വലാ നസബ്. ഖദീജ ബീവിയോട് സന്തോഷം പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബ്. ഖസബ് എന്ന് പറഞ്ഞാൽ മുത്തുകളാണ്. ഈദാനുൽ ലുഅ്ലുഇ, മുത്തിന്റെ വടികളാൽ. മുത്ത് ഉരുണ്ടതാണ്, പക്ഷേ സ്വർഗ്ഗത്തിലെ മുത്തുകൾ വ്യത്യസ്തമാണ്. മുത്തിന്റെ വടികളാൽ നിർമ്മിതമായ മനോഹരമായ ഒരു വീട് ഖദീജക്ക് അല്ലാഹു റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകി എന്ന് പറയാൻ ഖദീജ എന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നു. ലാ സുഖബ ഫീഹാ വലാ നസബ. അവിടെ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാവില്ല ഖദീജ ബീവി. ആ വീട്ടിൽ ലാ സുഖബ, അവിടെ ബഹളങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? സ്വർഗത്തിന്റെ വീടുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ വീടുകൾ മുഴുവനും ഒരുപോലെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗത്തിന്റെ ഭവനങ്ങളിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, അനാവശ്യമായ വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ സ്വർഗത്തിൽ കേൾക്കേണ്ടി വരികയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, രക്ഷയാണ് സലാമാണ് എന്നല്ലാതെ ഒരനാവശ്യ വർത്തമാനങ്ങളും സ്വർഗത്തിലെ ഒരു വീടുകളിലും ഇല്ല എന്നിരിക്കെ ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ഖദീജ ബീവിക്ക് അല്ലാഹു നൽകുന്ന സ്വർഗത്തിലെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ ഒരു വിശദീകരണം എന്തുകൊണ്ട് പറഞ്ഞു? ലാ സുഖബ ഫീഹി വലാ നസബ്. അവിടെ ബഹളമില്ല ഖദീജ, അവിടെ ക്ഷീണമുണ്ടാവുകയില്ല. എല്ലാ സ്വർഗത്തിലെ വീടുകളും അങ്ങനെ തന്നെയല്ലേ. എന്നിട്ടെന്തുകൊണ്ട് ഖദീജ ബീവിയുടെ വീടിന് മാത്രം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ഷീണം, ഹബീബിന്റെ വിഷമം തോളിലേക്ക് എടുത്തു വെച്ചവരല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. ഹബീബായ നബിയുടെ ഭാരം താഴിറക്കി വെച്ചവരല്ലേ. ഹബീബായ നബി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നപ്പോ, ഏറ്റവും വലിയ പ്രയാസം വന്നപ്പോ കൂടെ നിന്ന പെണ്ണല്ലേ ഖദീജ റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് ലാ വല്ലാഹി വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. ഭ്രാന്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷ പോലെയല്ല കാണാൻ കഴിയൂ. ഹബീബായ നബിതങ്ങൾക്ക് ഭ്രാന്തല്ല ഉണ്ടായത്, എന്റെ നബിതങ്ങൾക്കുണ്ടായതൊരു മഹാത്ഭുതം തന്നെയായിരിക്കണം. കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ഒരു സത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്നാൽ അതിന്റെ വിശദീകരണങ്ങൾ എന്താണെന്നറിയാത്ത സമയത്ത് നബുവത്തിന്റെ മുമ്പ് ഹബീബായ നബിതങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവരല്ലയോ നബിയേ. വതുഈനുൽ മൽഹൂഫ് വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ. അങ്ങനത്തെ നിങ്ങളെ അള്ളാഹു കൈവടിയില്ല നബിയേ എന്ന് ഹബീബിന്റെ ഭാരം ഇറക്കി വെച്ചു കൊടുത്തതിന്റെ പേരിൽ, നബി തങ്ങളുടെ ക്ഷീണം ഇറക്കി വെച്ചതിന്റെ പേരിൽ ഖദീജ ബീവി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിൽ ക്ഷീണമില്ല. ലാ സഖബ ഫീഹി വലാ നസബ, അവിടെ ക്ഷീണമുണ്ടാവുകയില്ല, ബഹളമുണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കണം എന്ന് പറയുകയാണ് ഇവിടെ. അങ്ങേറ്റത്തെ അനുസരണയോടുകൂടെ, അങ്ങേറ്റത്തെ ബഹുമാനത്തോടുകൂടെ ഹബീബിന്റെ ജീവിതം പങ്കുവെക്കുകയും ഹബീബിന്റെ സ്വകാര്യങ്ങൾ അറിയുകയും ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഹബീബിനെ ആശ്വസിപ്പിച്ചത്? പുരുഷന്മാർ വീടിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. പുരുഷന്മാർ
അധ്വാനിക്കുന്നവരാണ്. പുരുഷന്മാർ നൂറുകണക്കിന് ആളുകളുമായി ഇടപെടുന്നവരാണ്. ദിനേന അവർ കേൾക്കുന്നത്, ഇടപെടുന്നത്, അവരുടെ പെരുമാറ്റങ്ങളിൽ, ജോലിയിൽ, നാട്ടുകാരിൽ, കൂട്ടുകാരിൽ ഒക്കെ എത്രയോ പ്രഷറിന്റെ ഇടയിലാണ് ഒരു പുരുഷൻ ജീവിക്കുന്നത്. ഒരു പെണ്ണിനോട് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു പെണ്ണിനോട് അധ്വാനിക്കാൻ പോവാൻ അള്ളാഹു പറഞ്ഞോ? ഇല്ല. റബ്ബ് തആല നിർബന്ധമാക്കുകയോ അവരോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പുരുഷനോട് അള്ളാഹു ആവശ്യപ്പെട്ടു, നീ ജോലി ചെയ്തേ പറ്റൂ, നീ അത് ചെയ്തേ പറ്റൂ, അധ്വാനിച്ചേ പറ്റൂ. അധ്വാനം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ ഉള്ളിൽ സമാധാനം നൽകേണ്ടവളാണ് ഭാര്യ. ആ സമാധാനത്തിന്റെ തണലിലാണ് ഒരു പുരുഷന് തന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ ആ രീതിയിൽ ഹബീബിനെ സംരക്ഷിച്ചത് കൊണ്ടാണത്രേ ലാ സുഖബ ഫീഹി വലാ നസബന്ന് ഖദീജ ബീവിയുടെ വീടിനെ പറ്റി മാത്രം, അവിടെ നിങ്ങൾക്ക് ക്ഷീണമില്ല ബീവി, അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് സ്വർഗത്തിന്റെ വീടുകളെ സംബന്ധിച്ച് ഖദീജ ബീവിക്ക് പ്രത്യേകമായി അല്ലാഹു നൽകുന്ന വീടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റാബിഅ ബിൻതു ഇസ്മാഈൽ അശ്ശാമിയ, റൈഹാനത്തു ഷാം എന്നാണ് ഈ മഹദി അറിയപ്പെടുക. ഷാമിന്റെ റൈഹാന പുഷ്പം എന്നറിയപ്പെടുന്ന റാബിഅ ബിൻതു ഇസ്മാഈൽ റളിയല്ലാഹു അൻഹ, അവർ ഏതെങ്കിലും ഒരു കറിയോ ഭക്ഷണമോ പാകം ചെയ്താൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പറയും, കുൽഹു യാ സയ്യിദി, എന്റെ നേതാവേ തിന്നോളൂ. കുൽഹു യാ സയ്യിദി ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ നദ്ജ ഇല്ലാ ബിത്തസ്ബീഹ്, ആ ഭക്ഷണം പാകമാകുന്നത് വരേക്കും ഞാൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തസ്ബീഹിൽ പാകമായ ഭക്ഷണമാണിത്, ധൈര്യമായി കഴിച്ചോളൂ. പാട്ട് കേട്ടുകൊണ്ടല്ല, സിനിമ കണ്ടുകൊണ്ടല്ല, മറ്റേതെങ്കിലും അനാവശ്യങ്ങൾ കേട്ടുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ അല്ല സഹോദരി. ഈ റാബിഅ ബിൻതു ഇസ്മാഈൽ അശ്ശാമിയ റളിയല്ലാഹു അൻഹ അടുക്കള ജോലി ചെയ്തത് തസ്ബീഹിലായിരുന്നു, അള്ളാഹുവിന്റെ സ്മരണയിലായിരുന്നു. ഈ ഭക്ഷണം കഴിച്ചോളൂ, ഇത് പാകമാകുമ്പോഴേക്കും നൂറുകണക്കിന് തസ്ബീഹുകൾ ഞാൻ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുൽഹു യാ സയ്യിദി, എന്റെ നേതാവേ നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയാണ് മുസ്ലിമച്ചുകളായ പെണ്ണുങ്ങൾ ഭാര്യമാരെ വിളിക്കാൻ ശീലിച്ചത്. എടാ പോടാ എന്ന പ്രയോഗമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സിനിമക്കാരൻ കൊണ്ടുവരുന്ന സംസ്കാരമല്ല. ബഹുമാനത്തിന്റെ, ആദരവിന്റെ, പരസ്പര അങ്ങേയറ്റത്തെ ബഹുമാന ആദരവുകളുടെ ശൈലിയിലാണ് ഭർത്താവിനോട് പെരുമാറുന്നത്. ലൗ തഅലമുൽ മർഅ ഹഖ്ഖ സൗജി ലം തഖഉദ മാ ഹദറ ഗദാഉഹു വഅശാഉ ഹത്താ യഫ്റുഗ മിൻഹു. നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ ചെയ്തിരുന്നൊരു പണിയാണെന്ന് തോന്നുന്നത് ഈ ഹദീസ് കാണുമ്പോ. ലൗ തഅലമുൽ മർഅ, ഒരു പെണ്ണറിയുമായിരുന്നുവെങ്കിൽ, ഹഖ്ഖ സൗജ്, തന്റെ ഭർത്താവിന്റെ മഹത്വം എത്രയാണെന്ന് ഒരു ഭാര്യയ്ക്ക് അറിയുകയായിരുന്നുവെങ്കിൽ, ലം തഖഉദ മാ ഹദറ ഗദാഉഹു വഅശാഉ, തന്റെ ഭർത്താവ് ഉച്ചഭക്ഷണമോ രാത്രി ഭക്ഷണമോ കഴിക്കുമ്പോൾ അത് കഴിച്ചു തീരുന്നത് വരെ അവൾ ഇരിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. തന്റെ ഭർത്താവ് കഴിച്ചു തീരുന്നത് വരെ അവൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഭർത്താവിന്റെ മഹത്വം എത്രയാണെന്ന് ഒരു പെണ്ണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആരാ പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആദരവും ബഹുമാനവും ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവ സംസ്കാരങ്ങളിൽ ഉള്ളതാണത്, ക്രിസ്തീയ സംസ്കാരങ്ങളിൽ ഉള്ളതാണ്. ഇസ്ലാമിന്റെ സംസ്കാരമാണെങ്കിലോ അള്ളാഹുവിന്റെ പ്രവാചകർ അന്ത്യ റസൂലിലൂടെ ഈ ലോകത്തിന് എന്നേക്കുമായി അള്ളാഹു നൽകുന്ന മതം. ആ അള്ളാഹുവിന്റെ മതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എത്രയും ആദരവോടെ ബഹുമാനത്തോടുകൂടെ ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറാവൂ എന്ന് പഠിപ്പിച്ച ഭാഗമാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ വീടുകളിൽ സമാധാനമുണ്ടാകും.